നമുക്കൊരു ദന്തൽ അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നേ. അതുകൊണ്ട് വൈകുന്നേരം കോളേജൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ക്ലിനിക്കിലോട്ട് പോയേ. ഞാനും ശ്രീയും നസ്രിയും കൂടെ ആട്ടോ പോയത്. ഓൾറെഡി അപ്പോയിന്റ്മെന്റ് എടുത്തോണ്ട് വലിയ റഷ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ നല്ല ലേറ്റ് ആയേ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാട്ടോ ഈ ഒരാളെ കണ്ടത്. കൂടെയുള്ള രണ്ടാക്കും ആളെ വലിയ പിടുത്തില്ലാത്തോണ്ട് എനിക്ക് അത്ര കളിപ്പിക്കാനൊന്നും പറ്റിയിട്ടില്ല. ശ്രീ പോയ വഴിയിൽ ഇനി പുല്ല് പോലും മുളക്കൂല ഗൈസ്. എന്തായാലും അന്തവും കുന്തവും ഇല്ലാണ്ട് നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എവിടെന്നെങ്കിലും ചായ കുടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എവിടെയും നല്ലൊരു ചായക്കട കണ്ടിട്ടില്ല. അപ്പോഴാണ് ഈ കൂട്ടത്തിൽ ആരുടെയോ പൊട്ട ബുദ്ധിയിൽ ജ്വല്ലറി പോയ നല്ല ചായ കിട്ടുന്നുള്ള ബുദ്ധി വെച്ചത്. അങ്ങനെ ഓട്ടോ ഒക്കെ ആക്കിയിട്ട് ചായക്കടയിൽ പോകുന്നതിന് പകരം നമ്മൾ വന്നത് ജ്വല്ലറിയിലേക്കാണ്. ചായ ഇപ്പൊ കിട്ടുന്ന പറഞ്ഞ് കൊറേ നേരം കാത്തു നിന്നേ. എന്നാൽ ഇവരെന്നാ ചായ തരാത്തെ. അങ്ങനെ അത് ഫ്ലോപ്പായി. നമുക്കാരും ചായ ഒന്നും തന്നില്ല കേട്ടോ. അവിടെ നിന്ന് നമ്മൾ നേരെ ഫാർമസിയിലേക്കാണേ പോയത്. ഞങ്ങളൊരു ഫേസ് വാഷ് വാങ്ങാൻ വന്നതാട്ടോ. പക്ഷെ ഇപ്പൊ ഫാർമസി വന്നാ ഫാർമസി ആണോ സൂപ്പർ മാർക്കറ്റ് ആണോ എന്ന് മനസ്സിലാവാത്ത ഒരു അവസ്ഥയല്ലേ. നമ്മൾ എന്നെ ഫാർമസിയിൽ നിന്ന് ഈ ഒരു കോക്കനട്ട് വാട്ടറിന്റെ പൗഡർ വാങ്ങി, മഞ്ച് വാങ്ങി, ലിപ് ബാം വാങ്ങി, പിന്നെ എന്തൊക്കെയോ വാങ്ങി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോഴും സ്റ്റിൽ നമുക്ക് ചായ കുടിക്കാത്തതിന്റെ പ്രശ്നമുണ്ട് ഗൈസ്. തൽക്കാലത്തേക്ക് മഞ്ച് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും അവിടെ നിന്ന് അടുത്ത ഓട്ടോ പിടിച്ച് നമ്മൾ നേരെ കൊച്ചിൻ വില്ലേജിലോട്ട് പോയേ. എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 4 ചായയും 3 പാൽ ചായയും ഒരു കട്ടൻ ചായയും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും 3 എന്തിനാ 4 ചായ ആണല്ലേ. ഇതിൽ 2 ചായ എനിക്കാണ് ഗൈസ്. പിന്നെ നമ്മള് പത്തിരിയും പുട്ടും ഗീ റൈസും നല്ല ബീഫ് റോസ്റ്റ് ഒക്കെ പറഞ്ഞേ. അധികം വൈകാണ്ട് തന്നെ നമ്മളെ സാധനമൊക്കെ വന്നേ. നല്ല അടിപൊളി പത്തിരിയും ഗീ റൈസും പപ്പടവും ബീഫും പിന്നെ നമ്മുടെ തള്ളിസ്റ്റ് ശ്രീന്റെ പുട്ടും കൂടി വന്നേ. തള്ളിസ്റ്റ് ഒന്നും അല്ല കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതാണ്. എനിക്കറിയും ഗൈസ്. അങ്ങനെ നമ്മള് ഗീ റൈസും പത്തിരിയും പുട്ടൊക്കെ കൂടി ഒരു പിടി പിടിച്ചിട്ടോ. നല്ല അടിപൊളിയായിരുന്നു. ഫുഡ് കഴിക്കുന്നതിന് മുന്നേ എന്റെ ഒരു ഗ്ലാസ് ചായ കാലിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഒരു ഗ്ലാസും കൂടി പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓവർ ആക്കണ്ടെന്ന് വിചാരിച്ച് നിർത്തി. പ്ലേറ്റ് എല്ലാം കാലിയാക്കിയിട്ടുണ്ടേ, ഒന്നും ബാക്കി വെച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി വീണ്ടും വിദൂരതയിലേക്ക് നടന്നു നീങ്ങി ഗൈസ്. അപ്പോഴാണ് അവർക്ക് സ്വീറ്റ് ക്രേവിങ്സ് വന്നത്. അപ്പോൾ നമ്മൾ ഐസ്ക്രീം വാങ്ങാൻ പോയി. എനിക്ക് തോന്നുന്നു ഇത് ബട്ടർ സ്കോച്ചും പിന്നെ ബദാമൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ള സാധനം തോന്നി. ഞാനൊരു ഷമാമിന്റെ ഫ്ലേവർ ആണ് വാങ്ങിയത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അവർ വേറെന്തോ വാങ്ങി. പക്ഷേ ഗൈസ് എൻ്റെ ഇതിൽ മാത്രം സ്പൂൺ ഇല്ലായിരുന്നു. അവർക്ക് അവരുടെ തന്നെ സ്പൂൺ ഉണ്ടായിരുന്നേ. എനിക്ക് നമ്മുടെ സാധാ ലോക്കൽ സ്പൂൺ ആയിരുന്നു ഗൈസ്. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് നമുക്ക് അവിടുന്ന് ഡയറക്റ്റ് വരുന്ന ഒരു ഓട്ടോ കിട്ടി. ഇതെന്റെ സ്വന്തം സ്ഥലമാണ് ഗൈസ്. ഓൾവേസ് എനിക്ക് നൊസ്റ്റു അടിക്കുന്ന സ്ഥലമാണ്. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മളിവിടെ എത്തിയിട്ടോ. വന്ന പാടെ ഞാൻ ചെയ്തത് നമ്മുടെ കോക്കനട്ട് വാട്ടർ ട്രൈ ചെയ്തു ഗൈസ്. ആൻഡ് ഇറ്റ് വാസ് ഗുഡ്. നല്ലായിരുന്നു കേട്ടോ. അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ. ബൈ.